എല്ലാവർക്കും കവീസ് ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ് ആണ് കേട്ടോ. പിസ്താഷെല്ലുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കാർഡ്ബോർഡും പിസ്താഷെല്ലും യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അത്ര ലെങ്തി വീഡിയോ ഒന്നല്ല, പെട്ടെന്ന് തന്നെ കഴിയുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള കാർഡ്ബോർഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ഇതുപോലെ സർക്കിൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വരച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാനത് പേനാക്കത്തി അതുപോലെ തന്നെ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ജൂട്ട് ത്രെഡ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ചണ തന്നെ നമുക്ക് ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന ഏതാണോ അത് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചണ ഇതിൽ ഫുള്ള് ചുറ്റി കൊടുക്കുക. അപ്പോൾ ചണ നമ്മൾ ലോക്കലായിട്ടുള്ള ചണയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നാരൊക്കെ പൊങ്ങി വരും. അപ്പോൾ ക്രാഫ്റ്റിനെന്നും പറഞ്ഞിട്ട് നമുക്ക് ചണയൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ച് ചെയ്താണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാധാരണ ചണ വെച്ചൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ നൂല് പൊങ്ങുന്നതിന് നിങ്ങളത് ലൈറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തിച്ച് മാറ്റിയെടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ മെഴുകുതിരി വെച്ചിട്ട് കത്തിച്ചെടുക്കുക. പക്ഷേങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മൊത്തത്തിൽ നിങ്ങൾ കത്തിച്ച് കളയരുത്. സൂക്ഷിച്ച് പെട്ടെന്ന് അതൊന്ന് കത്തിച്ച് അണച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ചണയുടെ നൂല് തന്നെ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ പിസ്താഷെൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ പിസ്താഷെൽ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടിച്ചെടുത്ത് നമ്മളിതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ പല വലിപ്പത്തിലുള്ള പല നീളത്തിലുള്ള എന്താ പറയുക പിസ്താഷെല്ലുകൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ സർക്കിളിൽ ചുറ്റി വെച്ചിട്ടില്ലേ ചാണകമൊക്കെ, അതിലേക്ക് ഇതങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി അതും കൂടി ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഇത് ഞാൻ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് കേട്ടോ. ഇപ്പം അറേഞ്ച് ചെയ്തതിന് ശേഷം കണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി കുറച്ചും കൂടി ഇതിനെ ഒന്ന് സുന്ദരനാക്കാനായിട്ട് ഞാനിങ്ങനെ മിറർ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒന്നുമില്ല, കുഞ്ഞു മിററുകൾ, അതെല്ലാം നിങ്ങളുടെ ഐഡിയയിൽ എന്താണ് തോന്നുന്നത് അത് വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ മിററും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ലുക്കാണ് ഇത് കാണാനായിട്ട് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ. ഈ കാണുന്ന പോർഷനിലൊക്കെ, അതായത് നമ്മൾ പിസ്താഷെല്ലിൽ നിങ്ങൾക്ക് കളർ ചെയ്ത് കൊടുക്കുക. അതിൽ മേളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള എന്തെങ്കിലും ഈ ഒരു ചണ വെച്ചതിന് കൊളുത്ത് പോലെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് തൂക്കിയിടാനും നല്ലതാണ്. ഇതുപോലെ സർക്കിളിൽ ഫോട്ടോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഹാങ് ചെയ്തിടുന്നതിനോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ പിസ്താഷെല്ലിനൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം. എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഒരു റെയിൻബോ കളർ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ തോന്നി. പക്ഷേങ്കിൽ വേണ്ട, ഇത് സിമ്പിളായിട്ടും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് കണ്ടു കാണാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ എൻട്രൻസിൽ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ ഒരു ഡെക്കറേറ്റ് ആയിട്ട് വെക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോയോ അതുകൊണ്ടെങ്കിൽ നിങ്ങളെ പിസ്താഷെല്ലിന് എന്തെങ്കിലും റെയിൻബോ കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ ഈ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാതെ വിട്ടത്. അത് മാത്രമല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് കൂടിയല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും കമന്റ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.